ജോസ് കെ മാണിയുടെ നേതൃത്വത്തിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ ഉൾപ്പെടെ 5 MLA-മാരും നേതാക്കളും ഞങ്ങളൊക്കെ പോകുന്നുണ്ട്. അവിടെ പോയി പാർലമെന്റിലേക്ക് മാർച്ച് നടത്തുകയാണ്. ഈ നിയമത്തിൽ ഇവിടെ കേരളത്തിൽ എന്ത് പറഞ്ഞാലും കളക്ടറും ഉദ്യോഗസ്ഥന്മാരും പരിസ്ഥിതിവാദികളുമെല്ലാം ഞങ്ങൾക്ക് നിയമമില്ല, ചെയ്യാൻ നിർവാഹമില്ലെന്ന് പറഞ്ഞ് കൈകഴുകുകയാണ്. ഇപ്പൊ ഈ ഒരു സംഭവം ഉണ്ടായി, നിങ്ങൾ ഇന്ന് മിനിഞ്ഞാത്ത ചാനലിൽ കണ്ടു കാണും. ചക്കിട്ടപ്പാറ പഞ്ചായത്ത്, കോഴിക്കോട് ജില്ലയിലെ ഒരു പഞ്ചായത്താണ് ചക്കിട്ടപ്പാറ പഞ്ചായത്ത്. ആ ചക്കിട്ടപ്പാറ പഞ്ചായത്ത് തമ്മിൽ തീരുമാനമെടുത്തു, പുറത്തു വരുന്ന ഇത്തരം അപകടകാരികളായ ജീവികളെ കൊലപ്പെടുത്തണം. ഉടനെ ചീഫ് വൈൽഡ് വാർഡൻ അങ്ങോട്ട് അയച്ചിരിക്കുക, പരാതി നിയമവിരുദ്ധമാണ്, ചെയ്യാൻ പാടില്ല. ഗവൺമെന്റിലേക്ക് കത്ത് കൊടുത്തിരിക്കുകയാണ്, അത് റദ്ദ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. തമിഴ്നാട്ടിലും മറ്റ് സംസ്ഥാനങ്ങളൊക്കെ പഞ്ചായത്ത് ചെയ്യുന്നുണ്ട്. ഇവിടെ മാത്രം ചെയ്യാമെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മനുഷ്യന്റെ ജീവന് വിലയില്ല എന്നാണോ എന്റെ അർത്ഥം? കേരളത്തിലെ മനുഷ്യജീവന് വിലയുണ്ട് എന്ന് തെളിയിക്കാൻ വേണ്ടിയാണ് കേരള കോൺഗ്രസ് പാർട്ടി ത്യാഗോജ്ജലമായി സമരം 13 ജില്ലകളിലും മലയോര മേഖലയിലേക്ക് കേരള കോൺഗ്രസിന്റെ 10,000-കണക്കിന് പ്രവർത്തകർ ഇന്ന് മലയോര മേഖലയ്ക്ക് യാത്ര ചെയ്യുകയാണ്. ഇതുപോലെ ഇവിടെ അനൗൺസ്മെന്റ് നടത്തി, പ്രതിഷേധ പ്രസംഗങ്ങൾ നടത്തി, മീറ്റിംഗ് നടത്തി പ്രതിഷേധിക്കാൻ കേരളത്തിലെ കേരള കോൺഗ്രസ് പ്രവർത്തകരും കർഷകരും കർഷക തൊഴിലാളികളും തയ്യാറായിരിക്കുന്നത് ഈ രാജ്യത്തെ സമൂഹത്തിന് വേണ്ടി ഒരു നന്മയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനമാണ്, ഒരു മാറ്റത്തിന് വേണ്ടിയുള്ള പ്രവർത്തനമാണ് എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ നന്നായി സംഘടിപ്പിച്ചു ജില്ലാ കമ്മിറ്റിയെ പ്രത്യേകമായി ഞാൻ അനുമോദിക്കുന്നു. നമ്മുടെ ശ്രീ വഴുതാനത്ത് ബാലേന്ദ്രൻ നേതൃത്വത്തിലുള്ള ജില്ലാ കമ്മിറ്റി, ശ്രീ ബെന്നി കക്കാട് നേതൃത്വത്തിലുള്ള യാത്രയ്ക്ക് വേണ്ട എല്ലാ ക്രമീകരണങ്ങളും വയ്ക്കാൻ എല്ലാവരും, നിയമന കമ്മിറ്റി, ശ്രീ കാസിം ഉൾപ്പെടെ എല്ലാവരും ആത്മാർത്ഥമായി പരിശ്രമിക്കുകയുണ്ടായി ഈ പരിപാടി വിജയിപ്പിക്കാൻ വേണ്ടി. നിങ്ങൾ ഞാൻ അനുമോദിക്കുന്നു. കേരള കോൺഗ്രസ് പാർട്ടിയുടെ ആഹ്വാനം നടത്തിയപ്പോ, കഴിഞ്ഞ സ്റ്റിയറിംഗ് കമ്മിറ്റി തീരുമാനിച്ചപ്പോൾ സജി ജോൺ ഉൾപ്പെടെയുള്ള, അതുപോലെ നമ്മുടെ സീനിയർ നേതാക്കൾ ഇവിടെ ഇരിപ്പുണ്ട്. അറയ്ക്കൽ ബാലകൃഷ്ണപിള്ള, അതുപോലെ മുരുകദാസ് നായർ, അദ്ദേഹം ഗുരുവാണെന്നാണ് ബെന്നി പറയുന്നത്. ശരിയാണ്, പാർട്ടിയിൽ എല്ലാവരുടെയും ഗുരുവാണ് അദ്ദേഹം. അപ്പോൾ ഇവരെല്ലാം ചേർന്ന്, നിങ്ങളെല്ലാം ചേർന്ന് ഈ പരിപാടി ഗംഭീരമാക്കിയത് തീർച്ചയായും സന്തോഷകരമാണ്. ഇതിന് മാറ്റം വരുത്തുന്നവരെ ഒരു കാര്യം, അധികാരികൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഞങ്ങളൊരു സമരം നടത്തി ഇത് അവസാനിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ സമരത്തിലൂടെ ഗവൺമെന്റ്, കേന്ദ്ര ഗവൺമെന്റിന്റെയും സംസ്ഥാന ഗവൺമെന്റിന്റെയും എല്ലാം ശ്രദ്ധയിൽ കൊണ്ടുവരാനും, അങ്ങനെ അതിലൂടെ മാറ്റം വരുത്താൻ തയ്യാറായില്ലെങ്കിൽ നിരന്തരമായ സമരം കേരള കോൺഗ്രസിന്റെ പരിഹാരമുണ്ടാക്കുന്ന പ്രശ്നമായി ഈ പ്രശ്നത്തെ പാർട്ടി ഏറ്റെടുക്കുമെന്ന് പറയാൻ ഈ സന്ദർഭം ഞാൻ നിയോഗിക്കുകയാണ്. ജനങ്ങൾക്ക് വേണ്ടി സമരമാണ്. ഇതാ ഞങ്ങളുടെ ഈ സമരത്തിന്റെ, നമ്മുടെ സമരത്തിന്റെ മുദ്രാവാക്യം തന്നെ എന്താണ്? ജീവനാണ് വലുത്, മനുഷ്യ ജീവൻ, മൃഗങ്ങളുടെ ജീവനല്ല വലുത്. അതാണ് എന്റെ സന്ദേശം. ഇവിടെ ജീവനാണ് വലുത്. ആരുടെ ജീവൻ? മനുഷ്യന്റെ ജീവൻ. ഇവിടെ പലരും പറയുന്ന മൃഗങ്ങളുടെ ജീവനാണെന്നാ. ഇവിടെ പുതിയ നിയമം കൊണ്ടുവരാൻ വേണ്ടി തുടങ്ങി. നമ്മുടെ വനം മന്ത്രി, കാരണം നമ്മൾ ഭരണകക്ഷിയാണെങ്കിൽ വനം മന്ത്രി നിരന്തരമായി പത്രസം നടത്തി ആ വനം നിയമം കൊണ്ടുവരും. പക്ഷേ കേരള കോൺഗ്രസ് പാർട്ടി ബഹുമാനായ ശ്രീ ജോസ് കെ മാണിയുടെ നേതൃത്വത്തിൽ ഞാൻ ഉൾപ്പെടെ, MLA-മാർ ഉൾപ്പെടെ പാർലമെന്ററി പാർട്ടി നേതാക്കൾ മുഖ്യമന്ത്രിയെ കണ്ട് ഇക്കാര്യം ഗൗരവമായി സംസാരിച്ചു. മുഖ്യമന്ത്രി ആദ്യം പറഞ്ഞു കാലഘട്ടത്തിൽപ്പെട്ട നിയമങ്ങൾ മാറ്റേണ്ടതല്ലേ എന്ന് ചോദിച്ചു. പക്ഷേ ജോസ് കെ മാണി പറഞ്ഞു അങ്ങനെയല്ല, ഇത് പുതുതായി വരാൻ പോകുന്ന നിയമത്തിന്റെ നക്കൽ ഞങ്ങൾ വായിച്ചു. എന്താ അതിനകത്ത്? വിറവ് പെറുക്കാൻ ശ്രീജനങ്ങൾക്ക് വനത്തിൽ കയറിയാൽ ഇതാ വനത്തിലെ സാധനം മോഷ്ടിച്ചതുമായി പിടിച്ച് അകത്തിട്ടാ ജാമ്യം കിട്ടിയാൽ അതാണ് പുതിയ നിയമത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. നമുക്ക് വനത്തേക്ക് പ്രവേശിക്കാൻ കഴിയില്ല. ഒരു ഉദ്യോഗസ്ഥ വിരോധമുണ്ടെങ്കിൽ ആ ഉദ്യോഗസ്ഥർ എന്ത് തീരുമാനം എടുക്കാം? വനത്തിലുള്ള കണ്ടാൽ ഉടനെ ജാമ്യമില്ലാത്ത വാറുണ്ട്, ജാമ്യമില്ലാത്ത കേസെടുക്കാം. ഇതായിരുന്നു പുതിയ നിയമം. വലിയ അപകടകരമായ നിയമമായിരുന്നു. കേരള കോൺഗ്രസ് പാർട്ടി ഒറ്റ സ്വരത്തിൽ പറഞ്ഞു ഈ നിയമം പാസാക്കാൻ പാടില്ല. കേരള കോൺഗ്രസ് പാർട്ടിയുടെ അനുഭാവികളും പ്രവർത്തകരും, അതുപോലെ നാട്ടിലെ ജനങ്ങളും, സാധാരണക്കാരും, കൃഷിക്കാരും, തൊഴിലാളികളും അധിവസിക്കുന്ന 430ഓളം പഞ്ചായത്തിലെ 1.5 കോടി വരുന്ന ജനങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ പറയുന്നത് ഈ നിയമം നടപ്പാക്കാൻ പാടില്ലെന്ന് ശക്തമായ ഭാഷയിൽ പറഞ്ഞപ്പോൾ പിറ്റേ ദിവസം മുഖ്യമന്ത്രി അന്ന് തന്നെ നിർദ്ദേശം കൊടുത്തു. പിറ്റേ ദിവസം വനം മന്ത്രി പത്രസമ്മേളനം നടത്തി ആ നിയമം കേരളത്തിന് യോജിച്ചതെല്ലാം മാറ്റിവെക്കുന്നു പറഞ്ഞപ്പോൾ കേരള കോൺഗ്രസിന്റെ ആത്മാഭിമാനം വർദ്ധിച്ചു എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതാണ് കേരള കോൺഗ്രസ് പാർട്ടി. അപ്പൊ ആ വലിയ ദോഷകരമായ, ഈ രാജ്യത്തെ കോടിക്കണക്കിന് ആളുകളെ ബാധിക്കുന്ന ബുദ്ധിമുട്ടേറിയ